ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 3 ആറാമത്തെ എപ്പിസോഡാണ്. ആറാമത്തെ എപ്പിസോഡോ കഴിഞ്ഞ ദിവസം 4ാമത്തെ എപ്പിസോഡല്ലേ ഇട്ടേ, 5ാമത്തെ എപ്പിസോഡ് എന്തി എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ 5ാമത്തെ എപ്പിസോഡ് ഒരു ഫില്ലർ എപ്പിസോഡാണ്. ആ എപ്പിസോഡ് അത് കാണിക്കുന്നത് നമ്മുടെ റൂക്കിയുടെ റെഞ്ചിയുടെ ഒരു പണ്ടത്തെ ഒരു മിഷനാണ്. അതൊരു ഫില്ലർ, അത് ആവശ്യമില്ലാത്തൊരു എപ്പിസോഡാണ്. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്യാനേക്ക്. പിന്നെ അല്ലാത്ത എപ്പിസോഡ് നമ്പർ കൗണ്ട് 47. നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് എപ്പിസോഡ് തുറക്കുന്നതിനെ കാണിക്കുന്നത് ക്യാപ്റ്റൻ ഐസൺ മരിച്ചത് കൊണ്ട് തന്നെയാൽ നമ്മുടെ മോമോ ആണെങ്കിൽ വളരെയധികം സീരിയസ് ആയിട്ടും വളരെയധികം ദേഷ്യത്തോടെ നിൽക്കുന്നതാണ്. നമ്മുടെ മോമോനെ നോക്കാൻ വന്ന ആ ഗാർഡിൻ്റെ നേരെ പെട്ടൽ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ആ ഗാർഡിൻ്റെ ബോധം കളഞ്ഞിട്ട് നമ്മുടെ മോമോ ആണെങ്കിൽ ആ ജയിലിൽ ചാടി പോവുകയാണ് ക്യാപ്റ്റൻ ഐസൻ്റെ കൊലയാളിയെ കണ്ടുപിടിക്കുക. പിന്നീട് കാണിക്കുന്നത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന റാങ്കി ക്യൂനെയാണ്. താനാണെങ്കിൽ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്വപ്നത്തിനകത്ത് തൻ്റെ പാസ്റ്റാണ് കാണുന്നത്. വയ്യാതെ എഴുന്നേക്കാൻ പോലും വയ്യാതെ തറയിൽ കിടക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ ഇച്ചിമാറു വന്നിട്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന കാര്യമാണ് അവൾ സ്വപ്നത്തിനകത്തിൽ കാണുന്നത്. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ അങ്ങോട്ട് വന്നിട്ട് അവളോട് സംസാരിക്കുകയാണ്. നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ റാങ്കിക്കിനോട് പറയുകയാണ്, നിന്റെ ക്ലാസ്മേറ്റ് കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ റാങ്കിക്ക് മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെ ക്ലാസ്മേറ്റ് എന്ന് പറയുന്നത് ഗിന്നിച്ചിമാറു നിന്റെ സസ്പെക്റ്റിലുണ്ടല്ലേ. ഇതേ സമയത്ത് തന്നെ അവരുടെ അടുത്തേക്ക് ഒരു സോൾ റിപ്പർ വരികയാണ്. നമ്മുടെ റെഞ്ചിയും അതുപോലെ തന്നെ ലൂട്ടനന്റ് മോമോയും പ്രിസണിൽ കാണുന്നില്ലെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവൻ വന്നത്. ഇത് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ സീരിയസ് ആകുകയാണ്. സോൾ സൊസൈറ്റിയിലെ ഒരു വലിയ റൂളാണ് ജയിൽ ബ്രേക്കിംഗ്. അത് അവൾ ലംഘിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് നല്ല രീതിയിലുള്ള പണിഷ്മെന്റ് തന്നെ കൊടുക്കും. അവനാണെങ്കിൽ ജയിലിൽ പോയി നോക്കുന്ന സമയത്ത് ആ ജയിലിന്റെ പുറവശവും അതുപോലെ മുൻവശവും വട്ടത്തിൽ ഇങ്ങനെ മുറിച്ചിട്ടിരിക്കുന്നു. ഇത് കാണാൻ നേരത്ത് നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോയ്ക്ക് ഒന്നും കൂടെ ദേഷ്യം വരുന്നു. മോമോ ജയിലിൽ ചാടിയിരിക്കുന്നത് ക്യാപ്റ്റൻ ഐസന്റെ കൊലയാളിയെ കണ്ടുപിടിക്കാനാണെന്നുള്ള ഒരു കാര്യം ക്യാപ്റ്റൻ തോഷിറോയ്ക്ക് മനസ്സിലാകുന്നു. എന്തിനു വേണ്ടിയുള്ള പുറപ്പാടാണ് എന്ന് നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ മനസ്സിൽ വിചാരിച്ചിട്ട് കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മോമോ ആണെങ്കിൽ ഇപ്പം അപകടം ഫോണിൽ വിളിച്ചു വരുത്തിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ ആണെങ്കിൽ മോമോനെ തേടി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഗറ്റ്സുനെയും അതുപോലെ നമ്മുടെ ഇച്ചിഗോനെയുമാണ്. നമ്മുടെ ഇച്ചിഗോന്റെ ഓരോരോ വാളായിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംഗറ്റ്സു. എന്നാൽ എന്തൊക്കെ സംഭവിച്ചിട്ടോ ഒന്നും വിട്ടുകൊടുക്കാതെ നമ്മുടെ സംഗറ്റ്സുവിൻ്റെ അടുത്ത് പിന്നെ പിടിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇച്ചിഗോ ഇപ്പം ചെറുതായിട്ട് പവർഫുൾ ആയി വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ യൊറീച്ചിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവൻ വളരെയധികം ജീനിയസ് ആണ്. വെറും കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഇവൻ അത്യാവശ്യം പവർഫുൾ ഒക്കെ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാകുകയാണ്. അങ്ങനെ നമ്മുടെ ഇച്ചിഗോയും അതുപോലെ സംഗറ്റ്സു രണ്ടുപേരും കൂടെ വീണ്ടും ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് രണ്ടുപേരും സംഘബത്തും ഒക്കെ റെഡിയാക്കി അങ്ങോട്ട് ഓടി വരുന്ന സമയത്ത് തന്നെ നമ്മുടെ യൊറീച്ചി ആണെങ്കിൽ അവളുടെ ആ ടെക്നിക്ക് അങ്ങ് കാസ്റ്റ് അങ്ങ് വിടുകയാണ്. അങ്ങനെ നമ്മുടെ സംഗറ്റ്സിന്റെ അത് മാറിയിട്ട് അവിടേക്ക് ഡോള് വീഴുകയാണ്. ഇത് കണ്ടോടെ തന്നെ നമ്മുടെ ഇച്ചിക അങ്ങ് ഇല്ലാതായി പോവുകയാണ്. ഭയങ്കര ഷോ ഒക്കെ കാണിച്ച് വന്നത് അങ്ങ് ഇല്ലാതായി പോയി. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അത്യാവശ്യം ഇതായിട്ട് വരുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ നീ നിന്റെ ഇഞ്ചുറീസ് ഒക്കെ മാറ്റിയേ പറ്റത്തുള്ളെന്ന് നമ്മുടെ യൊറീച്ചി പറയുന്നു. നമ്മുടെ ഇച്ചിക ആണെങ്കിൽ ഒരു ഹോട്ട് സ്പ്രിങ്ങിൽ ഇരുന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളമാണെങ്കിൽ ഒരു സ്പെഷ്യൽ തരത്തിലുള്ള വെള്ളമാണ്. അത് നമ്മുടെ ഇച്ചിഗോന്റെ ദേഹത്ത് വീഴുന്നതിനനുസരിച്ച് ഇച്ചിഗോന്റെ മുറിവുകളൊക്കെ ഹീലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം കണ്ടിട്ട് നമ്മുടെ ഇച്ചിഗോ വളരെയധികം ഞെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാടധികം സന്തോഷവുമാകുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ യൊറീച്ചി ആണെങ്കിൽ അവൻ്റെ കൂടെ കുളിക്കാൻ വേണ്ടി വരികയാണ്. ഇത് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ അങ്ങ് ഇല്ലാതായി പോവുകയാണ്. നമ്മുടെ ഇച്ചിഗോന്റെ മാനവും മൊത്തത്തിൽ അങ്ങ് പോവുകയാണ്. നോക്കുന്ന സമയത്ത് നമ്മുടെ യൊറീച്ചി ആണെങ്കിൽ അവൻ്റെ പൂച്ച ട്രാൻസ്ഫോർം ആയിട്ടാണ് അവിടെ കുളിക്കാൻ വേണ്ടി വരുന്നത്. ഇത് കണ്ടുടനെ തന്നെ നമ്മുടെ ഇച്ചിഗോ ഒന്നും കൂടി ഇല്ലാതായി പോവുകയാണ്. തന്നെ കളിയാക്കുവാണോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇച്ചിഗോ ഇപ്പോൾ ഇരിക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ ഇച്ചിഗോ യൊറീച്ചിനോട് ചോദിക്കുന്നു, ഈ ട്രെയിനിങ് ഗ്രൗണ്ടും പുരഹര ഷോപ്പിന്റെ അടിയിലുള്ള ട്രെയിനിങ് ഗ്രൗണ്ടും ഒരു പോക്കാണല്ലോ. ഇത് കേട്ട് നമ്മുടെ യൊറീച്ചി പറയുകയാണ്, ഇത് പണിഞ്ഞതിന് ശേഷമാണ് അത് പണിഞ്ഞതെന്നുള്ള ഒരു കാര്യം. ഇത് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ ഒന്ന് ചെറുതായിട്ട് ഞെട്ടുന്നുണ്ട്. വളരെയധികം കൊച്ചിലെ ഞാനും ഉരഹരയും ഇവിടെ വന്ന് ഒരുപാടധികം ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമ്മുടെ യൊറീച്ചി പറയുകയാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ഇച്ചിഗോ ചോദിക്കുകയാണ്, ശരിക്കും ഈ ഉരഹര ആരാണെന്നുള്ള കാര്യം. ഇത് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ യൊറീച്ചി സീരിയസ് ആയിട്ട് പറയുകയാണ്,
ഉരഹര എന്ന് പറയുന്നത് ഒരു സോൾ റിപ്പറാണ്, ഫോർമർ 12th സ്ക്വാഡിന്റെ ക്യാപ്റ്റനാണ്. അതുമാത്രമല്ല സോൾ സൊസൈറ്റിയുടെ റിസർച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡും കൂടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് വളരെയധികം ഞെട്ടിയ നമ്മുടെ ഇച്ചിഗോ പറയുകയാണ്, എനിക്കറിയത്തില്ലായിരുന്നു അങ്ങേര് ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുള്ള ഒരു കാര്യം. സോ ഇതേ സമയത്ത് തന്നെ ഇച്ചിയാണെങ്കിൽ ഹ്യൂമനിലോട്ട് ട്രാൻസ്ഫോം ആവുകയാണ്. സോ ഇത് കണ്ടുടനെ നമ്മുടെ ഇച്ചിഗോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല. അതുമാത്രമല്ല നമ്മുടെ ഇച്ചിഗോ മൊത്തത്തിൽ തന്നെ ഇല്ലാതായി പോവുകയാണ്. സോ ഇത് കണ്ട് നമ്മുടെ യൊറിച്ചി ഇവൻ എന്തൊരു പയ്യനാണെന്നുള്ള ഒരു കാര്യം ആലോചിക്കുന്നു. ഈ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗിന്നിച്ചിമാറും അതുപോലെ തന്നെ ലൂട്ടന്റെ കൂടെ നിൽക്കുകയാണ്. സോ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തോഷിറോ ആണെങ്കിൽ ഗിന്നിച്ചിമാറുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സംബത്തും ഒക്കെ ഊരാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഗിന്നിച്ചിമാറു ചിരിക്കുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ അങ്ങോട്ട് മോമ വരികയാണ്. എന്നിട്ട് നമ്മുടെ തോഷിറോന്റെ അടുത്തേക്ക് അവന്റെ സംബത്ത് ചൂണ്ടിയിട്ട് സോ ഇത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ തോഷിറോ ആണെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഞെട്ടുകയാണ്. സോ കരഞ്ഞുകൊണ്ട് നമ്മുടെ മോമോ തോഷിറോനോട് പറയുകയാണ്, ക്യാപ്റ്റൻ ഐസന്റെ ലെറ്റർ ഞാൻ വായിച്ചായിരുന്നു, അതിൻ്റെ അകത്തിൽ നീയാണ് ക്യാപ്റ്റൻ ഐസനെ കൊന്നത്. ഈ കാര്യം കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോയ്ക്ക് സങ്കടവും അതുപോലെ തന്നെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതിനുള്ള കാര്യവും മനസ്സിലാകുന്നില്ല. കേട്ടിട്ട് നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോയ്ക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇതേ സമയത്ത് തന്നെ മോമോ ആണെങ്കിൽ അവനെ നേരെ അവളുടെ സംബത്ത് വീശുന്നു. അവൾക്ക് അവളുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല ഒട്ടും. അവളാണെങ്കിൽ വളരെയധികം ദേഷ്യത്തോടെ വളരെയധികം വിഷമത്തോടെ നമ്മുടെ ക്യാപ്റ്റൻ ഇച്ചിമാറുവിനെ വെട്ടാൻ വേണ്ടി ആകാശത്തിലേക്ക് ചാടുകയാണ്. നമ്മുടെ ക്യാപ്റ്റൻ ഇച്ചിമാറുവിനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഞാനല്ലല്ലോ അവനെ കൊന്നത്, അപ്പം ആ ലെറ്റർ എന്ന് പറയുന്നത് ഒരു ഫേക്ക് ആയിരിക്കുമോ? എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? ശരിക്കും ക്യാപ്റ്റൻ ഐസൻ മരിച്ചോ? നോക്കുന്ന സമയത്ത് ഗിന്നിച്ചിമാറു ഇതെല്ലാം കണ്ടുകൊണ്ട് ചിരിക്കുന്നു. സോ ഇതിനെല്ലാത്തിനും പുറകെ നീയായിരുന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ ആണെങ്കിൽ മോമോനെ ചെറുതായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. മോമോ അവിടെ തന്നെ ബോധം കെട്ട് വീഴുകയാണ്. കൊച്ചു പെൺകുട്ടീനെ ചെറുതായിട്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഹേർട്ട് ചെയ്തു. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല ഇച്ചിമാറു. നീ എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വന്ന എനിക്ക് നിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്യാപ്റ്റൻസും ഫൈറ്റിന് വേണ്ടി റെഡിയാകുന്നു. സോ അവിടെ വെച്ചാണ് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 3 6ാമത്തെ എപ്പിസോഡും അല്ലാത്ത എപ്പിസോഡ് നമ്പർ കൗണ്ട് 47 അവസാനിക്കുന്നത്. സോ ഗൈസ്, ആനിമിയുടെ എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ തീർക്കുന്നതായിരിക്കും, കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. റഷ് ചെയ്തിട്ടാണേലും എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഈ ബ്ലീച്ചിൻ്റെ എക്സ്പ്ലനേഷൻ തീർക്കുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വേറൊരു ആനിമി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നുണ്ട്, വിൻഡ് ബ്രേക്കറിൻ്റെ സീസൺ 2. സോ ഏപ്രിൽ 3 അങ്ങാണ്ടാണ് റിലീസാകുന്നത്. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. ഓരോ ആഴ്ചയിൽ ഓരോ എപ്പിസോഡ് വെച്ചാണ് വരുന്നത്. വിൻഡ് ബ്രേക്കർ 13 എപ്പിസോഡ്സാണ് മുഴുവനായിട്ട് സീസൺ 2 ഇറങ്ങാൻ പോകുന്നത്. സോ ഓരോ ആഴ്ചയിൽ ഓരോ എപ്പിസോഡ്സ് വരും. ആ വരുന്ന ദിവസം തന്നെ നമ്മൾ എക്സ്പ്ലനേഷൻ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ആരും അതുകൊണ്ട് പേടിക്കണ്ട. അതുപോലെ നമ്മൾ വൺ പീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വൺ പീസ് 4 Empire ആർക്ക് മുതലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മുഴുവനായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം വൺ പീസ് ആദ്യം തൊട്ട്. സോ ഇപ്പം 4 Empire ആർക്ക് മുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബാക്കി പിന്നെ അങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ റോഡ് ടു 3K സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ 3K അല്ല, റോഡ് ടു 5K സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അടിച്ച് പൊളിച്ച് നശിപ്പിച്ച് എല്ലാം നശിപ്പിക്കുക. കമൻറ്റ് ബോക്സ് നശിപ്പിച്ചേക്കുക, ലൈക്ക് ബട്ടൺ നശിപ്പിച്ചേക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ നശിപ്പിച്ചേക്കുക. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.